വെൽക്കം ബാക്ക്. നമ്മളെ യുഎയിലെ കാഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിതാ 4ാമത്തെ ദിവസം ഉണ്ടാ. നമ്മളിന്ന് പോകുന്നത് റാസൽ ഖൈമയൊക്കെ പോകുന്നത് നമ്മളെ കൂടെ 3 ദിവസം നമ്മളെ വലിയൊക്കെ ഉണ്ടായിരുന്നു. വലിയൊക്കെ വർക്കിന്റെ ഭാഗമായിട്ട് പോവാണ്. പ്രവാസി കാരണം തന്നെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയാറില്ല. പല ആളുകളും പല സമയത്തും വെക്കേഷൻ വരുന്നതുകൊണ്ട് തന്നെ അപ്പൊ നമുക്ക് ഒരുമിച്ച് കിട്ടിയതായിരുന്നു ഒരു 3 ദിവസം. അതുകൊണ്ട് തന്നെ കാക്കാരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അബുദാബി ടു റാസൽ ഖൈമ ഏകദേശം 250 കിലോമീറ്ററോളം 2.5 മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ. അങ്ങനെ റാസൽ ഖൈമന്റെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അങ്ങനെ ഉപ്പാന്റെ സുഹൃത്തും കഫീലൊക്കെ ആയിട്ടുള്ള അവരെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിച്ചായിരുന്നു കേട്ടോ. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ സന്തോഷം കൊണ്ട് അവർ ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇമാറത്തിലെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ്. ശേഷം നമ്മളെ അകത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മാരുടെ വൈഫിനോട് അകത്തേക്ക് പോകാൻ പറഞ്ഞ ശേഷം നമ്മളിതാ നേരെ മജ്ലിസിൽ പോയി നമുക്ക് ഗാവൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശേഷം നമ്മളിതാ മജ്ലിസിന്റെ ഭംഗി ആസ്വദിക്കാണ്. ഒക്കെ ലക്ഷറി സ്റ്റൈൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. ശേഷം നമ്മളൊരു സെൽഫി വീഡിയോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫുഡ് കഴിക്കാൻ വിളിച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം ഡെസേർട്ട് കിട്ടി. കൂടെ തന്നെ അതാ ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിഥികളെ സ്വീകരിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാഴ്ചകളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉപ്പാനതാ ഊതും അതുപോലെ തന്നെ പെർഫ്യൂമൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഖൈമ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മലകളുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള മല ജബൽ ജയ്സിൽ പോയിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് തന്നെ യാത്ര തിരിക്കാൻ വേണ്ടി പോണ്. അറബിന്റെ അടുത്ത് ഉപ്പ യാത്രയൊക്കെ പറഞ്ഞ സമയത്ത് ഉപ്പാക്ക് നല്ല രീതിയിൽ തന്നെ വിഷമമുണ്ടായിരുന്നു. റാസൽ ഖൈമയൊന്നും ജബൽ ജയ്സിലേക്ക് ഏകദേശം 15-20 മിനിറ്റത്തെ യാത്ര ഉണ്ട്. അതുപോലെ തന്നെ 17-18 കിലോമീറ്ററോളം കാണിക്കുന്നുണ്ട്. യുഎയിൽ തന്നെ ഹയസ്റ്റ് മല ജബൽ ജയ്സ്. അങ്ങനെ ഫൈനലി നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ട്. വേൾഡിൽ തന്നെ ലോങ്സ്റ്റ് സിപ്പ് ലൈനും ഇവിടെ തന്നെ കേട്ടോ. വിന്റർ സമയങ്ങളിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം മൈനസ് വരെ എത്താറുണ്ട്. നമ്മളിതാ താഴെ ഭാഗത്തൊക്കെ പോയപ്പോൾ അടിപൊളി വ്യൂ ആണ് കാണുന്നത്. ഏകദേശം 2000 മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട്. യുഎയിൽ വരുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെ കേട്ടാ. തൊട്ടടുത്തൊക്കെ ടെലിസ്കോപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളും നോക്കി ചെറിയ രീതിയിൽ നമ്മളും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. ശേഷം നമ്മളൊരു മല കയറിയിട്ട് കോഫി എടുക്കാനായിട്ട് ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. സാധിക്കും കൂടി കോഫിയും ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കൂടെ നമ്മളിതാ ഈ ഒരു വ്യൂവിൽ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മളിതാ വണ്ടിയിൽ കയറി നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ജബൽ ജയ്സിൽ നമ്മൾ നേരെ പോയത് ഫുജേറയിലേക്ക് ആയിരുന്നിട്ടാ. ഫുജേറയിൽ പോകുന്ന റൂട്ടിൽ തന്നെ ഫ്രൈഡേ മാർക്കറ്റിൽ ഇറങ്ങിയതിന് ശേഷം നമ്മളിതാ കോണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നിട്ടാ. പല ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഷാബ്ഖാന്റെ ഷോപ്പിൽ പോയി ഷാബ്ഖാനായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം നമ്മൾ നേരെ മസാഫിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇക്കാന്റെ വൈഫിന്റെ ഉപ്പാന്റെ കടയിനത് നമ്മളിതാ അകത്തെല്ലാം കയറി ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് മനോഹരനെ കാണാനായിട്ട് നമ്മളിതാ റൂമിൽ പോയിട്ടുണ്ടായിരുന്നിട്ടാ. മാസിയും മെഹസൊക്കെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ടുണ്ടായിരുന്നു. മെഹസിനെ നമ്മൾ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. മെഹസക്ക് ഷെയ്ക്കാനും കൊടുത്ത് നേരെ അകത്ത് പോയപ്പോ മെഹസ ട്രോഫി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നിട്ടാ. കുറഞ്ഞ സമയം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മളിതാ സെമിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം കേക്കും കഴിച്ച് നമ്മളെല്ലാരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടായിരുന്നു. പൊന്നൂസിന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടാ. മാസി മെഹസക്കും മാസിക്കൊക്കെ നമ്മൾ ഷെയ്ക്കാനും കൊടുത്ത് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി 2.25 മണിക്കൂറോളം യാത്ര ചെയ്ത് തിരിച്ച് അബുദാബിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡേ 4 കാഴ്ചകൾ ഈ രീതിയിൽ. സി യു ബൈ.